യേശുക്രിസ്തുവിൽ ദൈവം ലോകത്തിന് നൽകിയ സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും സദ്വാർത്തയാണ് ക്രിസ്മസ്. ആദ്യ ക്രിസ്മസ് രാത്രിയിൽ മാലാഖമാർ പാടി, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും സന്തോഷത്തിന്റെയും ഗാനാലാപനം ഇല്ലാതെ ക്രിസ്മസ് ആഘോഷം പൂർണ്ണമാകുന്നില്ല. കേരളക്കരയിൽ ആദ്യമായി ക്രിസ്മസ് ഗാനാലാപത്തിന് തുടക്കം കുറിച്ച ദൈവാലയമാണ് കോട്ടയം അസൻഷൻ പള്ളി. അക്കാലം മുതൽ അസൻഷൻ ദേവാലയത്തിലെ ഗായക സംഘത്തിന് ത്യാഗപൂർവമായ നേതൃത്വം നൽകിയ വ്യക്തിയാണ് ചിന്നക്കുട്ടിച്ചായൻ എന്ന് അറിയപ്പെടുന്ന ശ്രീ ജോർജ് ബെഞ്ചമിൻ. ഭൂമിയിലെ തന്റെ ശുശ്രൂഷ അവസാനിപ്പിച്ച് സ്വർഗീയ ഗായക സംഘത്തോടൊപ്പം അദ്ദേഹം ചേർന്നിട്ട് 1 വർഷം പൂർത്തിയാകുന്ന ഈ തരുണത്തിൽ അസൻഷൻ ദേവാലയത്തിലെ ഗായക സംഘം അദ്ദേഹത്തെ കൂടാതെ ആദ്യമായി 2006 ഡിസംബർ 24 ആലപിച്ച ക്രിസ്മസ് ഗാനങ്ങൾ ചിന്നക്കുട്ടിച്ചായന് സവിനയം സമർപ്പിക്കുന്നു. ദൈവത്തിന് മഹത്വം കരയേറ്റുന്നു. എല്ലാവർക്കും നന്മ നേരുന്നു. ചിന്നക്കുട്ടിച്ചായന്റെ ഓർമ്മകൾക്കു മുമ്പിൽ എന്റെ വിനീതമായ കൂപ്പുകൈ. ഏകദേശം 50 വർഷം മുമ്പ് ബോംബെയിൽ നിന്ന് കോട്ടയത്ത് താമസമാക്കിയ ജോർജ് ബെഞ്ചമിൻ എന്ന ചിന്നക്കുട്ടിച്ചായനും റീച്ചൽ കൊച്ചമ്മയും. സംഗീതം ഇവർക്കൊരു തപസ്സായിരുന്നു. അസൻഷൻ ദേവാലയത്തിലെ ഗായക സംഘത്തിൽ അംഗമായി. പിന്നീടുള്ള വളർച്ച വളരെ വേഗത്തിലായിരുന്നു. ഈ ദേവാലയത്തിലെ കൊയർ മാസ്റ്ററായി. കുഞ്ഞുങ്ങളെ ഒരു പിതാവിനെ പോലെ അദ്ദേഹം സ്നേഹിച്ചു. സ്വന്തമായി മക്കളില്ലാതിരുന്ന ചിന്നക്കുട്ടിച്ചായന് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ എത്തപ്പെട്ട അസൻഷൻ കൊയർ അംഗങ്ങൾ മക്കളായി. തന്നെ കരുതുവാനും സ്നേഹിപ്പാനും അനേകരുണ്ടെന്നുള്ളത് പലപ്പോഴും അഭിമാനത്തോടെ ചിന്നക്കുട്ടിച്ചായൻ ഓർക്കുമായിരുന്നു. സ്വർഗത്തിലെ സർവ്വസൈന്യത്തോടും ചേർന്ന് സംഗീതം പാടുവാൻ, അങ്ങനെ ദൈവത്തെ പാടി പുകഴ്ത്തുവാൻ ചിന്നക്കുട്ടിച്ചായൻ ഞങ്ങളെ വിട്ടു കടന്നുപോയി എന്ന് വിശ്വസിക്കുന്നു. ഘനഗംഭീരമായ ശബ്ദം ഈ ദേവാലയത്തിൽ നിലച്ചു എങ്കിലും സ്വർഗത്തിലെ വിശുദ്ധന്മാരോടും മാലാഖമാരോടും ചേർന്ന് യഹോവയെ പാടിപ്പുകഴ്ത്തുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇടവകയെ സംഗീത സാന്ദ്രമാക്കാൻ ശ്രമിച്ച ചിന്നക്കുട്ടിച്ചായന് കുരുന്നുകളായ ഞങ്ങളുടെയും ആദരാഞ്ജലികൾ. ആയിരത്തി 1949 മുതൽ സഹധർമ്മിണിയായ റേച്ചൽ ബെഞ്ചമിനുമൊത്ത് ഈരയിൽ കടവിലുള്ള ഒരു വാടക വീട്ടിലാണ് ചിന്നക്കുട്ടിച്ചായൻ താമസിച്ചിരുന്നത്. ഗായക സംഘത്തിലെ ഓരോ അംഗത്തെയും ഇവർ സ്വന്തം കുഞ്ഞുങ്ങളെപ്പോലെ കരുതുകയും അവരുടെ ഉന്നമനത്തിനു വേണ്ടി ചിന്തിക്കുകയും വേണ്ട കൈത്താങ്ങലുകൾ നൽകുകയും ചെയ്തിരുന്നു എന്നതാണ് മറ്റ് കൊയർ മാസ്റ്റർമാരിൽ നിന്നും ചിന്നക്കുട്ടിച്ചായനെ വേർതിരിച്ചു നിർത്തുന്ന സവിശേഷത. ഇടദിവസങ്ങളിൽ സന്തത സഹചാരിയായ റേഡിയോയും അരികിൽ വെച്ച് തന്റെ കസേരയിൽ ചാരിക്കിടക്കുമ്പോൾ പോലും മനസ്സിൽ ഗായക സംഘത്തെക്കുറിച്ചുള്ള സ്വപ്നങ്ങൾ പടുത്തുയർത്തുകയായിരിക്കും. തങ്ങൾക്ക് ആയിരക്കണക്കിന് മക്കളുണ്ടെന്ന് ഇവർ അഭിമാനപൂർവ്വം പറഞ്ഞിരുന്നു. വാർദ്ധക്യത്തിൽ തുണയായി എത്തിയ
മാത്യു ശൈല ദമ്പതികളുടെ സ്നേഹപൂർണമായ ശുശ്രൂഷയാണ് റേച്ചൽ കൊച്ചമ്മയുടെ മരണത്തിന് ശേഷം ചിന്നക്കുട്ടിച്ചായന് അനുഗ്രഹമായത്. ജനുവരി 14 അദ്ദേഹത്തിന്റെ മരണം വരെ ഇരുവരും ഗായക സംഘത്തിലെ ഓരോ അംഗത്തോടുമൊപ്പം അദ്ദേഹത്തെ പരിചരിച്ചു.